നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് വിലപിച്ച ഒരു സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. നമുക്ക് യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അത്. ചൈനയോട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ എത്ര അന്ധമായ വിധേയത്വം ആണെന്ന് ലോകത്തിന് മനസ്സിലായ ഒരു ദിവസമായിരുന്നു അന്ന്. എന്നാൽ ഇത് അതൊന്നുമല്ല, ഇത് അതുക്കും മേലെയുള്ള രാജഭക്തിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് പുതിയ നടപടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയെ നശിപ്പിക്കാനുള്ള നടപടികൾ ഉൾക്കൊള്ളുന്ന പ്രകടന പത്രികയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആണവശക്തികളായ ചൈനയും പാകിസ്ഥാനും ഏതു നിമിഷവും നമ്മെ ആക്രമിക്കാൻ കോപ്പുകൂട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയെ പൂർണ്ണമായും ആണവ നിരായുധീകരണത്തിന് വിധേയമാക്കും എന്ന അവകാശവാദവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത പ്രതികരണവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുന്നോട്ട് വന്നത്. കാസർഗോഡ് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെയാണ് CPM-നെ രാജ്നാഥ് സിംഗ് തുറന്നെതിർത്തത്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ തകർക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നോട്ട് വന്നത്. വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് മറുപടി പറയണമെന്നും വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി. CPIM തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കി. അതിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ ഈ വാഗ്ദാനം കേട്ടിട്ട് നിങ്ങൾ എന്തു ചെയ്യുമെന്ന് കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സിംഗ് പറഞ്ഞു. 1 അല്ല 5 വിജയകരമായ ആണവ പരീക്ഷണങ്ങൾ നടത്തി അടൽജി ഇന്ത്യക്ക് ആണവശക്തിയുടെ പദവി നൽകി. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി ദുർബലപ്പെടുത്താനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും ആണവായുധങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ ഇന്ത്യയുടെ ആണവായുധങ്ങൾ നശിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്, അദ്ദേഹം പറഞ്ഞു. CPM-ന്റെ ചൈനയോടുള്ള സമീപനം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്ന തീരുമാനം അറിയാതെയോ വ്യക്തമായ ധാരണയില്ലാതെയോ ചെയ്തതല്ലെന്ന് വ്യക്തമാണ്. ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാന കക്ഷിയാണ് CPM. സീതാറാം യെച്ചൂരി അടക്കമുള്ള ഇടത് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയിൽ വലിയ സ്വാധീനമാണുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ ഇടതുപക്ഷം കൂടുതലായി ഇടപെടുന്നു, അതിന് രാഹുൽ ഗാന്ധി അനുവദിക്കുന്നു എന്ന കാര്യം പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഏതൊരു നടപടിക്കും രാഹുൽ ഗാന്ധി മറുപടി പറയാൻ നിർബന്ധിതനാണ് എന്ന ഒരു നഗ്ന സത്യവുമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.